إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം, അത് പരിപൂർണമാണ്. ഏതു കാലത്തുള്ള ഏതു സമൂഹത്തിനും എളുപ്പത്തിൽ അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അനുധാവനം ചെയ്യാൻ സാധിക്കുന്ന മഹത്തായ ആദർശമാണ്. അത് മനുഷ്യനിർമ്മിതമല്ല. ലോകങ്ങളുടെ റബ്ബായ, ആകാശഭൂമികളെ പടച്ചവനായ, സ്ത്രീയെയും പുരുഷനെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന റബ്ബുൽ ആലമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ദീനാണ്. അവൻ പൂർത്തീകരിച്ച ദീനാണ്. അത് സാർവകാലികവും ജനീനവും പ്രസക്തവുമാണ്. ആ ദീനിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനമെന്നുള്ളത്. സ്ത്രീകൾക്ക് നൽകിയ ആദരവും പരിഗണനയും, സ്ത്രീകൾക്ക് ഇസ്ലാം ഉറപ്പുവരുത്തിയ പരിരക്ഷയും സുരക്ഷയുമെല്ലാം മറ്റേത് പ്രത്യയശാസ്ത്രങ്ങളെക്കാളും മനുഷ്യ നിർമ്മിതമായ ആദർശ സംഹിതയെക്കാളും ഇസ്ലാമിന്റെ ആ രംഗത്തെ അപ്രമാദിത്വം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. പക്ഷേ കാലം പുരോഗമിക്കും തോറും സാക്ഷാൽ പിശാചുക്കൾ, ശൈത്താന്മാർ മനുഷ്യവർഗത്തിലെ തന്റെ അനുയായികളെ ഇളക്കി വിട്ടുകൊണ്ട്, അവന്റെ കാലാൾപ്പടയെയും സൈനികരെയും ഇളക്കി വിട്ടുകൊണ്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഹറാമാക്കിയ തിന്മകൾ, മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ, അധാർമികതകൾ, സംസ്കാര ശൂന്യതകൾ അത് മനോഹരമായി, പുരോഗമനമായി, സ്വാതന്ത്ര്യമായി, കാലഘട്ടത്തിന്റെ താളക്രമമായി പല മോഹനമായ ഭംഗിവാചകങ്ങളാലും വിശേഷിപ്പിച്ച് ഇസ്ലാമിൽ നിന്ന്, പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീകളെ, ഇസ്ലാം അവർക്കൊരുക്കിയ സുരക്ഷയിൽ നിന്ന്, ആത്മീയവും മാനസികവും ശാരീരികവുമായ ഇസ്ലാമിന്റെ സംരക്ഷണ വലയത്തിൽ നിന്ന്, സാക്ഷാൽ ഹിജാബിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് സ്ത്രീകളെ അവർ വലിച്ചു കൊണ്ടുപോകുന്നു. അവരുടെ മസ്തിഷ്കങ്ങളെ, അവരുടെ ചിന്തയെ, അവരുടെ ബുദ്ധിയെ ഇത്തരം പിശാചിന്റെ പ്രബോധകന്മാർ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഹദീസുകൾ ഇസ്ലാമിലെ സ്ത്രീയെ വിശേഷിപ്പിച്ച വിശേഷണങ്ങൾ എത്ര മനോഹരമാണ്. അൽ മർഅതു സ്വാലിഹ ഖൈറു മതാഇദ് ദുനിയ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് സുഹൃതവതിയായി
അള്ളാഹുവിന്റെ ദീൻ പരിപാലിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമായ സ്ത്രീ, അൽമർഅത്തു സ്വാലിഹ ഖൈറു മതാഇ ദുനിയ, ദുനിയാവിൽ ലഭിക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായവനാണ്. ദുനിയാവിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അൽമർഅത്തു സ്വാലിഹ, അള്ളാഹുവിനെ അവന്റെ റസൂലിനനുസരിച്ച് ജീവിക്കുന്ന, പരലോകത്തെ ഭയന്ന് ജീവിക്കുന്ന, സ്വർഗം മോഹിച്ച് നരകത്തെ പേടിച്ച് ജീവിക്കുന്ന അൽമർഅത്തു സ്വാലിഹ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ഹദീസുകളിൽ കാണാം, ഒരു സ്വാലിഹത്തായ സ്ത്രീ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് പരലോകം ഭയന്ന് ദീനിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മർഅത്തു സ്വാലിഹ, അവൾ മിനസ്സആദ, ഭൗതിക ലോകത്തൊരു മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യമാണ്, സആദത്താണ്, അവന്റെ ഇഹപര വിജയം നിർണയിക്കുന്ന മാനദണ്ഡങ്ങളിൽ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർ ദുനിയാവിൽ ഒരുപാട് സമ്പാദിച്ചേക്കാം, വലിയ നിധികൾ കൈയടക്കിയേക്കാം, വലിയ അധികാരപരിധികൾ നീട്ടി സ്ഥാപിച്ചേക്കാം, കിരീടവും ചെങ്കോലും കൈയാളിയേക്കാം. മനുഷ്യന് ഐഹിക ലോകത്ത് ഈ ലൗകിക ജീവിതത്തിൽ കുഴിച്ചെടുക്കാൻ പറ്റുന്ന, സ്വായത്തമാക്കാൻ സാധിക്കുന്ന, ഒട്ടിപ്പിടിക്കാൻ സാധിക്കുന്ന നിധികളിൽ ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ഉത്കൃഷ്ടമായത് അൽമർഅത്തു സ്വാലിഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. ഏതെങ്കിലും ഒരു പെണ്ണല്ല, ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയല്ല, ഇസ്ലാമിന്റെ പ്രച്ഛന്നവേഷം ധരിക്കുന്നവളല്ല, മറിച്ച് അൽമർഅത്തു സ്വാലിഹ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ മുൻഗണന കൽപ്പിക്കുന്ന അൽമർഅത്തു സ്വാലിഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. ഇസ്ലാമിലെ സ്ത്രീകൾക്ക്, മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്ക് കാഴ്ചവെക്കുന്ന അധ്യാപനങ്ങൾ, അവരുടെ മുമ്പിൽ നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, അതൊരു സ്ത്രീ കാത്ത് സംരക്ഷിച്ചവൾ ഒരു മുസ്ലിമത്തായി, സ്വാലിഹത്തായി ജീവിക്കുകയാണെങ്കിൽ എത്ര മനോഹരമാണ് അവളുടെ ജീവിതം, എത്ര സുന്ദരമാണ് അവളുടെ മാതൃക, അവർണ്ണനീയമാണ് അവൾ ലോകത്തിന് നൽകുന്ന സംഭാവന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഒരു സ്ത്രീക്കുണ്ടാകേണ്ടുന്ന ഗുണമായി അവന്റെ പരിശുദ്ധ കലാമിൽ, ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ വഅഖിംന സ്വലാഹ വആതീന സകാഹ വഅതിഅന അല്ലാഹ വറസൂലഹ, ഇതിലെ പ്രഥമ അഭിസംബോധിതർ അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിമാരാണ്, നമ്മുടെ ഉമ്മമാരാണ്, സഹാബ വനിതകളാണ്, ചരിത്രത്തിൽ തിളങ്ങിയ മഹിളാരത്നങ്ങളാണ്. അവരെ മുൻനിർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലയോ സ്ത്രീകളെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. 5 നേരത്തെ നിങ്ങൾക്കുമേൽ അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ. വആതീന സകാ, നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ വർഷാവർഷം അതിന്റെ വിഹിതം കണക്കാക്കി നിങ്ങൾ സമ്പത്തിലെ നിർബന്ധമായ ദാനം, സകാത്ത് നിർവഹിക്കണേ. വഅതിഅന അല്ലാഹ വറസൂലഹ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ആരെക്കാളും എന്തിനേക്കാളും അനുസരിക്കണേ. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാകണേ. മുസ്ലിം സ്ത്രീകളെ, നിങ്ങളോട് നമ്മുടെ റബ്ബിന്റെ കൽപ്പന, ഒന്നാമത്തെ കൽപ്പന, ഖുർആനിന്റെ അധ്യാപനം, നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാകണം. നിർബന്ധമായ അല്ലാഹു നിങ്ങൾക്ക് ബാധ്യതയാക്കിയ അല്ലാഹുവിനോടുള്ള ഹക്കുകൾ വീട്ടുന്നവരായിരിക്കണം. അല്ലാഹുവിനെയും റസൂലിനെയും ആരെക്കാളും എന്തിനേക്കാളും മുൻഗണന കൽപ്പിക്കുന്ന അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരായി നിങ്ങൾ മാറണം. മുസ്ലിം സ്ത്രീയുടെ ഒന്നാമത്തെ വിശേഷണം ഇതായിരിക്കണം. സഹോദരങ്ങളെ, രണ്ടാമത്തെ വിശേഷണം, ഒരു മുസ്ലിം സ്ത്രീ അവൾ ഇസ്ലാമിന്റെ ഹിജാബിന്റെ പരിരക്ഷയിൽ വളരേണ്ടവളാണ്, ജീവിക്കേണ്ടവളാണ്, അതിലായി മരിക്കേണ്ടവളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുസുന്നത്തിൽ ഹിജാബിനെ പരിചയപ്പെടുത്തിയത് തലയിൽ വാരിക്കെട്ടുന്ന ഏതെങ്കിലും കീറത്തുണിയെ കുറിച്ചല്ല. എന്ത് കോരിയിട്ടാലും, എന്ത് തോളത്തിട്ടാലും, പേരിനെന്ത് തലയിലിട്ടാലും അതിനെ ഹിജാബെന്നോ ജിൽബാബെന്നോ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശിരോവസ്ത്രമെന്നോ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഹിജാബ് എന്നത് തലയിൽ ധരിക്കുന്ന ശിരോവസ്ത്രത്തിനപ്പുറത്ത് എന്താണ് ഹിജാബ് എന്ന വാക്കിന്റെ തന്നെ അർത്ഥം? ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ, മറ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ
എല്ലാ അർത്ഥത്തിലും ഒരു സ്ത്രീ മറ സ്വീകരിക്കുക എന്നതാണ് ഹിജാബിന്റെ ഭാഷാർത്ഥം തന്നെ. അത് വസ്ത്രധാരണത്തിൽ മാത്രമല്ല, അവരുടെ കേവലം ശിരോവസ്ത്രത്തിൽ മാത്രമല്ല, അവൾ ധരിക്കുന്ന പർദ്ദയിൽ മാത്രമല്ല, അവൾ ധരിക്കുന്ന മുഖാവരണത്തിൽ മാത്രമല്ല, അവളുടെ ശരീരം മുഴുവൻ ആത്മീയമായും ഭൗതികമായും ശാരീരികമായും അന്യപുരുഷന്മാരുടെ കാമക്കണ്ണുകൾക്ക് മുമ്പിൽ പോലും തുറന്നിട്ട് കൊടുക്കാതിരിക്കാൻ പരിരക്ഷ നൽകുന്ന ഇസ്ലാമിന്റെ മഹത്തായ രക്ഷാകവചമാണ് ഹിജാബ്. വ്യാപകാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ തെളിവില്ലാഞ്ഞിട്ടാണോ ഇന്നിതാ മുസ്ലിം ചെറുപ്പക്കാരികളായ വിദ്യാർത്ഥിനികൾ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് ഹിജാബ് ഇടാൻ സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഹിജാബ് ധരിക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. അത് പുരോഗമനത്തിനെതിരാണ് പോലും, സുരക്ഷയ്ക്കെതിരാണ് പോലും, അത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും പോലും. അത് കേവലം സാമ്പ്രദായികമായ അറേബ്യൻ ഡ്രസ് കോഡിന്റെ കൾച്ചറിന്റെ ഭാഗമായി ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ടതാണ് പോലും. ഇസ്ലാമുമായോ സ്ത്രീയുടെ വസ്ത്രധാരണമായോ ദീനുമായോ ഖുർആനുമായോ സുന്നത്തുമായോ അതിന് ബന്ധമില്ല പോലും. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം പുരോഹിതന്മാർ അതിന് ന്യായീകരിക്കുന്ന പോലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹൻ നബി, ഓ നബിയേ, ഖുൽ ലി അസ്വാജിക്, താങ്കൾ താങ്കളുടെ പത്നിമാരോട് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെക്കാൾ, നമ്മുടെ ഉമ്മമാരെക്കാൾ പരിശുദ്ധി പ്രാപിച്ച ചാരിത്രവതികളായ പാതിവൃത്യം സ്വീകരിച്ച മറ്റേതു സ്ത്രീകളാണ് ചരിത്രത്തിലുള്ളത്, ഇനി ഖിയാമത്ത് നാൾ വരെ പിറക്കാനിരിക്കുന്നത്? പറയുക നബിയെ, കുല്ലി അസ്വാജിക്, താങ്കളുടെ പത്നിമാരോട് പറയുക. വബനാതിക്, താങ്കളുടെ പെൺമക്കളോട് പറയുക. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ഈമാനുള്ള അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലും സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് പറയുക. അല്ലാത്തവരോട് സംസാരമില്ല, അല്ലാത്തവരോട് വർത്തമാനമില്ല. മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരവരുടെ ജിൽബാബുകൾ അവരെ തലക്കു മുകളിൽ നിന്ന് താഴേക്ക് താഴ്ത്തിയിടട്ടെ. എന്താണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ? എന്താണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ? ഇതിനെ വിശദീകരിക്കുവേ മുഫസ്സിറുകൾ എല്ലാം പറയുന്നു, ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരം മുഴുവൻ അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിന്ന് മറക്കുന്ന, തല മുതൽ തുടങ്ങി അവളുടെ ഉടലും അങ്കലാവണ്യവും എല്ലാം മറക്കുന്ന, അവരെ ശരീരം മുഴുവൻ മൂടിപ്പൊതിയുന്ന വസ്ത്രം, അതാണ് ജിൽബാബ്. അതാണ് ജിൽബാബ്. അതിന്റെ ഭാഷാർത്ഥം തന്നെ അതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിശദീകരണം എമ്പാടുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒന്നാമത്തെ തെളിവ് സൂറത്തുൽ അഹ്സാബിലെ 59ാമത്തെ തെളിവ്, ദാലിക അദ്നാ അയ്യുഅറഫന ഫലാ യുദൈൻ, തിരിച്ചറിയുന്നില്ല പോലും, മുഖം കാണാതെ, ഇത് പൊക്കി കാണിച്ചു കൊടുക്കാതെ, അവളുടെ മുഖ സൗന്ദര്യം കാണാൻ സാധിക്കാത്തതുകൊണ്ട് അവരെ തിരിച്ചറിയുന്നില്ല പോലും. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് അത് പൊക്കി ഹോൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്ത കുട്ടിയാണ് താനെന്ന് ബോധ്യപ്പെടുത്തിയാൽ പോരാ, കോമ്പൗണ്ടിൽ തന്നെ അത് അനുവദനീയമല്ല പോലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, തിരിച്ചറിയുന്നില്ല പോലും. അല്ലാഹു പറയുന്നു, ജിൽബാബ് ധരിക്കൂ. മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് പറയൂ, ഭാര്യമാരോട് പറയൂ നബിയെ, പെൺമക്കളോട് പറയൂ. എന്തിനാണത് ജിൽബാബ്? ദാലിക അദ്നാ അയ്യുഅറഫ്, അവർ തിരിച്ചറിയാൻ വേണ്ടി. മുസ്ലിം സ്ത്രീയുടെ ഐഡന്റിറ്റിയാണത്. മുസ്ലിം ഉമ്മത്തിലെ പെൺകൊടികളെ ഐഡന്റിറ്റിയാണത്. തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു പറയുന്നു, ഫലാ യുദൈൻ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ജിൽബാബും ഇസ്ലാമിന്റെ ശിരോവസ്ത്രവും ഇസ്ലാമിന്റെ മാന്യമായ വസ്ത്രധാരണ രീതിയും കാറ്റിൽ പറത്തി നപുംസകങ്ങളെ പോലെ ജീവിക്കുന്ന അഭിസാരികൾക്ക് സമാനമല്ല, ഉപദ്രവിക്കപ്പെടാവതല്ല എന്ന ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാനാണ് ഹിജാബ് എന്ന്, ജിൽബാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. പരിശുദ്ധ ഖുർആനിൽ ഹിജാബിന്റെ ആയത്തെന്ന് പരാമർശിക്കപ്പെട്ട രണ്ടായത്തുകളിൽ മഹത്തായ മറ്റൊരായത്തുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ 53ാമത്തെ ആയത്ത്. ഇതിലെയും ആദ്യ പരാമർശം സഹാബ വനിതകളോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടാണ്, പെൺമക്കളോടാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ വിളിക്കുന്നത് സ്വഹാബ പുരുഷന്മാരോടാണ്, സ്വഹാബികളോടാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വഹാബ പുരുഷന്മാരെ വിളിച്ച് അല്ലാഹു പറയുന്നു, വഇദാ സഅൽതുമൂഹുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട്, പെൺമക്കളോട്
സ്വഹാബ വനിതകളോട്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് ഇതിൽ ആദ്യത്തെ പരാമർശം. ഫഇദാ സഅൽതുമൂഹുന്ന, അവരോട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ചോദിക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ അവരുടെ ഭാര്യമാരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, അവരോട് നിങ്ങൾ മറക്കു പിന്നിൽ നിന്ന് ചോദിക്കണേ. മറക്കു പിന്നിൽ നിന്ന് ഹിജാബ്. ഹിജാബിന് ഇവിടെ പറഞ്ഞത് കേവലം ഒരു ശിരോവസത്തെ പറ്റിയല്ല, കേവലം ഒരു മുഖാവരണത്തെ പറ്റിയല്ല. മറക്കു പിന്നിൽ നിന്ന്. എന്തിനാ മറക്കു പിന്നിൽ നിന്ന് ചോദിക്കുന്നത്? മറക്കു പിന്നിൽ നിന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ പിന്നെന്താ? കണ്ണ് കാണാൻ പാടുമോ? മുഖം കാണാൻ പാടുമോ? അതല്ല അവരുടെ ശരീരത്തിലെ എന്തെങ്കിലും ഭാഗം കാണാൻ പാടുമോ? മറക്കു പിന്നിൽ നിന്ന്, തങ്ങളെ പൂർണ്ണമായും മറക്കുന്ന മറക്കു പിന്നിൽ നിന്ന് സ്വഹാബികളോട്, ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് ചോദിക്കാൻ പറയും. സ്വഹാബി പുരുഷന്മാരെക്കാൾ പാതിപത്രം സംരക്ഷിക്കപ്പെട്ട പുരുഷന്മാരാരാണ് ചരിത്രത്തിലുള്ളത്? ഇനി പിറക്കാനിരിക്കുന്നവരിലുള്ളത്? ഉമ്മഹാത്തുൽ മുഅ്മിനീനേക്കാൾ സൂക്ഷ്മതയുള്ള സ്ത്രീകൾ ആരാണുള്ളത്? ഇനി ആരാണ് ജനിക്കാനുള്ളത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറക്കു പിന്നിൽ നിന്ന് അവരോട് ചോദിക്കണം. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ. എന്തിനു വേണ്ടിയാണത്? എന്തിനു വേണ്ടിയാണത്? ആര് തുറന്നിട്ടാൽ എന്താ? ആര് കാണിച്ചു നടന്നാൽ എന്താ? ഓരോരുത്തരും കണ്ണു താഴ്ത്തിയാ പോരെ, ശരിയാണ്. പക്ഷെ അല്ലാഹു സഹാബി വനിതകളെയും ഉമ്മഹാത്തുൽ മുഅ്മിനീനെയും സഹാബികളെയും മുൻനിർത്തി പറയുന്നു, ദാലികും അത്ഹറു ലിഖുലൂബികും. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പരിശുദ്ധി കിട്ടാൻ വേണ്ടിയാണത്, മറ സ്വീകരിക്കാന്നുള്ളത്. സഹാബികളോട് പറയുന്നു, അവരെക്കാൾ മെച്ചപ്പെട്ട ഹൃദയമുള്ളവരാണോ നാം? നിങ്ങളുടെ ഹൃദയങ്ങൾക്കും വഖുലൂബിഹിന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ ഹൃദയങ്ങൾക്കും പരിശുദ്ധി പ്രാപിക്കാൻ അതാണ് ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നു. സൂറത്തുൽ അഹ്സാബിൽ 53-ാമത്തെ ആയത്ത്, സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു ഹിജാബിനെ പറ്റി മറ്റൊരു സൂചന നൽകുന്നു. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് പറയുക നബിയെ, അവരവരുടെ ദൃഷ്ടികൾ ഹറാമായ കാഴ്ചകളിൽ നിന്ന്, അന്യ പുരുഷന്മാരിൽ നിന്ന് താഴ്ത്തട്ടെ. പുരുഷന്മാരും അന്യ സ്ത്രീകളിൽ നിന്ന് ദൃഷ്ടികൾ താഴ്ത്തട്ടെ. വയഹ്ഫദ്ന ഫുറൂജഹുൻ, അവരെ ചാരിത്രം അവർ സംരക്ഷിക്കട്ടെ. ദൃഷ്ടികൾ അന്യ പുരുഷനിൽ നിന്നും അന്യ സ്ത്രീയിൽ നിന്നും താഴ്ത്തുക എന്നുള്ളത് മുസ്ലിം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാതിപത്യവും ചാരിത്രവും സംരക്ഷിക്കാനുള്ള മാർഗമാണ്, ആദ്യ ഉപാധിയാണ് ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളത്. എന്നിട്ട് പറയാണ്, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അവരവരുടെ ശരീരത്തിൽ നിന്ന് സ്വയം പ്രകടമാകുന്ന സൗന്ദര്യമല്ലാതെ മറ്റൊന്നും വെളിവാക്കാതിരിക്കട്ടെ. സീനത്ത് എന്ന വാക്കിന് അർത്ഥമറിയാത്ത മുസ്ലിമീങ്ങൾ വളരെ കുറവായിരിക്കും. എന്താണ് അർത്ഥം? സൗന്ദര്യം, അലങ്കാരം, ഭംഗി. വലാ തുബ്ദീന സീനതഹുന്ന, അവരവരുടെ ഭംഗിയെ, അലങ്കാരത്തെ, സൗന്ദര്യത്തെ പ്രകടിപ്പിക്കാതിരിക്കട്ടെ. എന്നിട്ട് ആരുടെ മുമ്പിലല്ല പ്രകടിപ്പിക്കാമെന്ന് ആയത്തിൽ അവസാനം അതിന്റെ ശേഷം എണ്ണി പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുഖം സ്ത്രീയുടെ സൗന്ദര്യമല്ലേ? സ്ത്രീയുടെ മുഖം അവളുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രകടഭാവമാണെന്ന് ബുദ്ധിയുള്ളവർ പറയും. ഏതെങ്കിലും സ്ത്രീ പറയുമോ എന്റെ മുഖം സൗന്ദര്യമല്ല എന്ന്, സൗന്ദര്യത്തിന്റെ അടയാളമല്ല എന്ന്? ഏതെങ്കിലും പുരുഷന് പറയാൻ സാധിക്കുമോ ഒരു സ്ത്രീയുടെ മുഖ സൗന്ദര്യം കണ്ട് എനിക്ക് ആകർഷണം തോന്നിയിട്ടില്ല എന്ന്? ഒരു വേള നാം ഓരോരുത്തരും നമ്മുടെ ജീവിത സഖിയെ ഇണയാക്കാൻ തെരഞ്ഞെടുക്കാൻ കാരണമായ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ടല്ലോ, അതിലവളുടെ മുഖം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ മുഖ സൗന്ദര്യം മാത്രമാണ് അവളുടെ സൗന്ദര്യത്തിന്റെ അടയാളമായി നമ്മൾ പരിഗണിച്ചത്. അത് സൗന്ദര്യമല്ല എന്ന് കണ്ണടച്ചു കളയാൻ നമുക്കിങ്ങനെ സാധിക്കും സഹോദരങ്ങളെ? വലാ തുബ്ദീന സീനതഹുന്ന, സീനത്തിനെ സ്ത്രീ വെളിവാക്കാതിരിക്കട്ടെ. ആര് പറയുന്നു? റബ്ബ് പറയുന്നു. സ്ത്രീയെ പടച്ച റബ്ബ് പറയുന്നു, ഇല്ലാ മാ ളഹറ മിൻഹാ, സ്വയം പ്രകടമാകുന്നതൊഴികെ. ഇവിടെ പലരും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഈ പ്രകടമാകുന്നതിനെ മുഖവും മുൻകൈകളും വെച്ച് എണ്ണിക്കൊടുക്കും. മുഖവും മുൻകൈയും അതൊഴിച്ചു ബാക്കിയെല്ലാം മറക്കാം എന്നാണ് ഇവിടുത്തെ സീനത്തിന്റെ ഉദ്ദേശം എന്ന് പറയും. പക്ഷെ മുഖവും മുൻകൈയും സ്വയം പ്രകടമാകുന്നതല്ല, പ്രകടിപ്പിക്കുന്നതാണ്. മുഖവും മുൻകൈയുമാണ് അവിടുത്തെ ഉദ്ദേശമെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി, ഈ ആയത്തിന്റെ ഭാഗത്തെ വിശദീകരിക്കാൻ പറയുന്നു, മുഖവും മുൻകൈയുമാണെങ്കിൽ അൽഹറ മിൻഹാ, അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയണമായിരുന്നു. പക്ഷെ മുഖവും മുൻകൈയും സ്വയം പ്രകടമാകുന്നതല്ല. വേണ്ടാന്ന് വെച്ചാൽ അത് പ്രകടിപ്പിക്കാതിരിക്കാം. മറിച്ച് സ്വയം പ്രകടമാകുന്നത് എന്താണ്? എത്ര ലൂസുള്ള പർദ്ദ ധരിച്ചാലും, എത്ര ജിൽബാബ് ധരിച്ചാലും, എത്ര മുഖാവരണം ധരിച്ചാലും അവരുടെ ശരീരത്തിന്റെ മറച്ചാലും മറയാത്ത ഒരു പ്രകട സൗന്ദര്യമുണ്ട്. എന്താണത്? അവരുടെ ഹൈറ്റ്, അവരുടെ നീളം, അവരുടെ ശരീരത്തിന്റെ ഷേപ്പ്, അവരുടെ ശാരീരിക ഘടന,
അതെത്ര ലൂസുള്ള, എത്ര അയവുള്ള വസ്ത്രം ധരിച്ചാലും അത് പ്രകടമാകും. അത് സ്വയം പ്രകടമാകുന്നതാണ്, പ്രകടിപ്പിക്കുന്നതല്ല. മുഖവും മുൻകൈയും പ്രകടിപ്പിക്കുന്നതാണ് വേണമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുകയില്ല. സ്ത്രീ അവരുടെ സൗന്ദര്യത്തിന്റെ ഏതു പ്രകടമാവും മറയ്ക്കാൻ സാധിക്കുന്നതെല്ലാം മറയ്ക്കണമെന്നാണ് ഈ ആയത്തിന്റെയും താല്പര്യം. സഹോദരങ്ങളെ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ചിലർ പറയും ഹജ്ജിൽ സ്ത്രീകളോട് മുഖം മറക്കാണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? തെറ്റിദ്ധാരണയാണത്, തെറ്റിദ്ധരിപ്പിക്കലാണത്. ഹജ്ജിൽ മുഖം മറക്കണ്ട എന്നല്ല പറഞ്ഞത്, മുഖാവരണം ധരിക്കണ്ട എന്നാ പറഞ്ഞത്. മുഖം മറക്കാൻ പ്രത്യേകം നിർമ്മിച്ചുണ്ടാക്കിയ നിഖാബ് പോലത്തെ മുഖാവരണം ധരിക്കരുതെന്നാണ് ഹജ്ജിൽ പറഞ്ഞിട്ടുള്ളത്. മുഖം മറക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അവർ ധരിക്കുന്ന പർദ്ദയോട് ചേർന്ന് തുന്നിപ്പിടിപ്പിച്ച മുഖം മറക്കാൻ പറ്റുന്ന വസ്ത്രമുണ്ടെങ്കിൽ മുഖം മറക്കണം സ്ത്രീകൾ. ആയിഷ റളിയല്ലാഹു അൻഹ, ഒരുപാട് തെളിവുകളുണ്ട്, പറയാൻ മിമ്പറിൽ സമയം പരിമിതമാണ്. ഒരു ഉദാഹരണം ഞാൻ കേൾപ്പിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഇഹ്റാമിലായിരിക്കെ ഹജ്ജ് നിർവഹിക്കവേ യാത്രാ സംഘങ്ങൾ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഞങ്ങളുടെ അരികിലൂടെ കടന്നുപോകും. പുരുഷന്മാരുണ്ടാകും. ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങളുടെ ജിൽബാബുകൾ തലക്ക് മുകളിൽ നിന്ന് മുഖം മറക്കുന്ന രൂപത്തിൽ താഴേക്ക് താഴ്ത്തിയിടും. അവരങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ മുഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള സന്നിധിയിൽ വെളിവാക്കും. ഹജ്ജിന്റെ വേളയിൽ വരെ മുഖാവരണം എന്ന പ്രത്യേകം വസ്ത്രമില്ലാതെ ശരീരത്തിലെ അവരുടെ ജിൽബാബിൽ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രത്തിന്റെ ഭാഗം കൊണ്ട് അവർ മുഖം മറച്ചിരുന്നു. ആയിഷ ബീവിയുടെ അമലാണിത്. ആയിഷ റളിയല്ലാഹു അൻഹയെ മുനാഫിക്കുകൾ അപഹസിച്ച, ആക്ഷേപിച്ച, വ്യഭിചാരാരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സംഭവം. സഫ്വാൻ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവി യാത്രാ സംഘത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, ആ വിജനമായ പ്രദേശത്ത് ഉറങ്ങിപ്പോയി. സഫ്വാൻ റളിയല്ലാഹു ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ബാക്കിയായിട്ടുണ്ടോ എന്ന് തിരഞ്ഞേൽപ്പിക്കപ്പെട്ടവനായിരുന്നു അദ്ദേഹം. അതന്വേഷിച്ച് വരവേ ആയിഷ ബീവിയെ ദൂരത്തുനിന്ന് കാണുകയാണ്. ഒരു സ്ത്രീ രൂപം കണ്ടപ്പോൾ ആയിഷ ബീവിയെ അവരൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഇസ്തിർജാ നിർവഹിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി പറയാണ്, അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നത് കേട്ടപ്പോൾ എന്റെ മുഖം ഞാൻ മറച്ചു. എന്റെ ജിൽബാബ് കൊണ്ട്, അല്ലെങ്കിൽ സമാനമായ പ്രയോഗം, എന്റെ മുഖം ഞാൻ മറച്ചു. അവര് പറയാണ്. എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തെ താഴ്ത്തി തന്നു. ഞാൻ ഒട്ടകക്കട്ടിൽ കയറി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മദീന എത്തുന്നത് വരെ ഒരു വാക്ക് പോലും ആ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കല്ലാതെ ഞാനും അദ്ദേഹം തമ്മിൽ ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല. ഇതാണ് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ പാലിക്കേണ്ട അകലത്തിന്റെ മാനദണ്ഡം, നമ്മുടെ ഉമ്മ പഠിപ്പിക്കുന്ന മാനദണ്ഡം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിലേറെ എന്ത് തെളിവ് വേണം സഹോദരങ്ങളെ? അപ്പോൾ സ്ത്രീ, ഒരു മുസ്ലിമായ സ്ത്രീ പാലിക്കേണ്ടുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ബാധ്യത അവളുടെ ഹിജാബാണ്. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. അവരവരുടെ വീട്ടിൽ അടങ്ങിയിരിക്കട്ടെ. ജാഹിലിയത്തിന്റെ അജ്ഞാന കാലഘട്ടത്തിലെ സൗന്ദര്യ പ്രകടനം അന്യ പുരുഷന്മാർക്ക് ഇടയിൽ അവരാകർഷിക്കുന്ന രൂപത്തിൽ, ശ്രദ്ധയാകർഷിക്കുന്ന രൂപത്തിൽ പുറത്തേക്കിറങ്ങിയുള്ള സൗന്ദര്യ പ്രകടനവും യാത്രയും അവരൊഴിവാക്കി വീട്ടിൽ അടങ്ങിയിരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിക്കവേ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരു സംശയവും വേണ്ട, സ്ത്രീകൾ എപ്പോഴാണോ പുരുഷന്മാരുമായി കൂടിക്കലരാൻ തുടങ്ങിയത് അന്നു മുതലാണ് ഈ ഉമ്മത്തിൽ സകല തിന്മയും തോന്നിവാസവും ഉടലെടുത്തത്, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ കാരണമായത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ചരിത്രത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ ചില സൈനികർ സ്ത്രീകളിൽ ആകർഷിക്കപ്പെട്ടപ്പോൾ, അവരുടെ സൗന്ദര്യത്തിൽ വീണുപോയപ്പോൾ, അനാവശ്യങ്ങൾ നടന്നപ്പോൾ, വ്യഭിചാരം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വലിയ പകർച്ചവ്യാധികൾ ഇറക്കി, പ്ലേഗ് ഇറക്കി. അങ്ങനെ ഒരു ദിവസം 70,000-ഓളം പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയിൽ ആ മഹാമാരി പടർന്നു പിടിക്കുകയുണ്ടായി. അതുകൊണ്ട് സമൂഹത്തിൽ സകല തോന്നിവാസങ്ങളും സകല തിന്മകളും അള്ളാഹുവിന്റെ ശിക്ഷകൾ വരെ ഇറങ്ങാനുള്ള കാരണം സ്ത്രീ പുരുഷ സങ്കലനമാണ്. കാണാൻ പാടില്ലാത്തവർ, അടുക്കാൻ പാടില്ലാത്തവർ, അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള കൂടിക്കലരാണ്. അത് കല്യാണപ്പുരയിലാകട്ടെ, പരക്കൂടുന്ന സ്ഥലത്താകട്ടെ, സ്കൂളിലാകട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകട്ടെ, ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകട്ടെ, അങ്ങാടികളാകട്ടെ, ഫിൽ മസ്ജിദ്, മസ്ജിദുകളിൽ വരെ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന മസ്ജിദുകളിൽ വരെ പാടില്ല എന്നാണ്
അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഷ്യം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, മുസ്ലിം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളിൽ നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വിവാഹബന്ധം ഹറാമല്ലാത്ത, വിവാഹബന്ധം സാധുവാകുന്ന അന്യ പുരുഷന്മാരോടൊപ്പം മുസ്ലിം സ്ത്രീകൾ അതെവിടെയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതിടത്തിലാണെങ്കിലും വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ഒരന്യ പുരുഷനോടൊപ്പം സ്ത്രീ ഒറ്റപ്പെടാൻ പാടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅ ദി മഹ്റമിൻ. ഒരു മഹ്റമായ വിവാഹബന്ധം ഹറാമായിട്ടുള്ള പുരുഷനോടൊപ്പമല്ലാതെ സ്ത്രീ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയും അന്യ പുരുഷനും മാത്രം തനിച്ചായാൽ മൂന്നാമതായി അവിടെ ശൈത്താൻ ഉണ്ടാകും, പിശാചുണ്ടാകും. അതെവിടെയാണെങ്കിലും ശരി, ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അന്യ സ്ത്രീയും പുരുഷനും വിവാഹബന്ധം ഹറാമല്ലാത്തവർ ഒറ്റപ്പെടാൻ പാടുകയില്ല. ഇതാണ് മുസ്ലിം സ്ത്രീയോടുള്ള ഇസ്ലാമിന്റെ നാലാമത്തെ പ്രധാനപ്പെട്ട കൽപ്പന. അഞ്ചാമത്തെ കാര്യം, സഹോദരങ്ങളെ, പുരുഷന്മാരും സ്ത്രീകളും കൂടിക്കലരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് എല്ലാ തിന്മകൾക്കുമുള്ള, തോന്നിവാസങ്ങൾക്കുമുള്ള അടിസ്ഥാനമെന്ന് നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ വരെ, അള്ളാഹുവിന്റെ പള്ളികളിൽ വരെ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. സ്ത്രീകളുടെ സഫ് ഏറ്റവും അവസാനത്തെ സഫാണ്. സ്ത്രീകളുടെ സഫുകളിൽ ഏറ്റവും ഖൈറായ സഫ് ഏറ്റവും അവസാനത്തെ സഫാണ്. അതിൽ ഏറ്റവും ഷർറായ സഫ് ഏറ്റവും മുമ്പിലത്തെ സഫാണ്. ഇത് പറഞ്ഞത് ഒരേ മസ്ജിദിൽ വേർതിരിക്കാത്ത, ചുമരുകൾ കൊണ്ടോ മറകൾ കൊണ്ടോ വേർതിരിക്കാത്ത അവസ്ഥയിൽ ഒരേ മസ്ജിദിൽ സ്ത്രീയും പുരുഷനും നിസ്കരിക്കുന്ന കാലമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് പുരുഷന്മാരുടെ മുമ്പിലായിരുന്നു സ്ത്രീകൾ. സ്ത്രീകൾ ഏറ്റവും പിന്നിൽ പോയി നിൽക്കണം. ഏറ്റവും പിന്നിലുള്ള സ്ത്രീകളുടെ സഫാണ് ഏറ്റവും ഖൈറായ സഫ്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത ഹദീസാണ്. ഇവിടെ സ്ത്രീ പള്ളി പ്രവേശം പോലും പാടില്ല എന്ന് പറയുന്ന മൊയ്ലാന്മാർ ഇതിനെന്ത് മറുപടിയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന അത്ഭുതമാണ്. ഒരേ മസ്ജിദിൽ സ്ത്രീയും പുരുഷനും നിസ്കരിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം പഠിപ്പിക്കപ്പെട്ടിടത്ത് സ്ത്രീക്ക് പള്ളി കയറാൻ പാടില്ല പോലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബാക്കിയുള്ളവർക്കൊക്കെ പറ്റും, ബാക്കി എല്ലാ സദസ്സിലും പറ്റും. കണ്ട മൗലൂദിനും റാത്തീബിനും മറ്റെല്ലാ സമ്മേളനങ്ങൾക്കും ആണ്ടിനും ഉറൂസിനുമെല്ലാം സ്ത്രീകൾ ആനയിക്കപ്പെടും. എന്തൊരു വിരോധാഭാസം! ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ട് മസ്ജിദിൽ വരെ പുരുഷന്മാർ നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിയാൽ കുറച്ച് അടങ്ങിയിരിക്കണം, പെട്ടെന്ന് തന്നെ പോകരുത്. കാരണം സ്ത്രീകൾക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം അനുവദിക്കുകയാണ്. സ്ത്രീകൾ പോയിട്ടേ പുരുഷന്മാർ പോകാവൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി നിർദ്ദേശം വെക്കാറുണ്ടായിരുന്നു, മസ്ജിദിൽ പോലും. അപ്പൊ പിന്നെ ബാക്കിയുള്ളിടത്തെ കാര്യം എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആറാമത്തെ കാര്യം, ഒരു സ്ത്രീ മഹ്റമിനോട് കൂടെയല്ലാതെ യാത്ര ചെയ്യരുത് എന്നാണ്. ഒരു ദിവസത്തെ വഴിദൂരം യാത്രയുള്ള ഇടങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ ഒരു സ്ത്രീ വിവാഹബന്ധം ഹറാമായിട്ടുള്ള ആളുകളോടൊപ്പമല്ലാതെ തനിച്ചോ അന്യരോടൊപ്പമോ യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാമിന്റെ ഭാഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാം. മഹ്റമല്ലാത്തവരുടെ കൂടെ ഒരു ദിവസത്തെ വഴിദൂരം യാത്രയിൽ അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്ന മുസ്ലിം സ്ത്രീ അവൾക്ക് അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഏഴാമത്തെ കാര്യം, ഇനി ഒരു സ്ത്രീ അവൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നാൽ, അവൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ, അടിസ്ഥാനം വഖർന ഫീ ബുയൂതികുന്ന, അവൾ അത്യാവശ്യങ്ങളിൽ അത്യാവശ്യത്തിനല്ലാതെ
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കണം എന്നാണ് പരിഭാഷ. വീട്ടിലുള്ളവർ മറച്ചു നോക്കുക. വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്താണ്. വീട്ടിൽ അവൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ, തനിക്കൊരു കുടുംബിനിയായി ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ നിർവഹിച്ച് ഇബാദത്തുകളും പാതിവ്രത്യവും സംരക്ഷിച്ച് അവൾ സൗന്ദര്യം പ്രകടിപ്പിക്കാതെ സമൂഹത്തിൽ അടങ്ങിയിരിക്കുക എന്നതാണ് അടിസ്ഥാനം. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് സ്ത്രീക്ക് പുറത്തു പോകേണ്ടി വന്നാലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. അവരവരുടെ കാലിട്ട് അടിക്കാതിരിക്കട്ടെ. അവരെ മറച്ചുവെട്ട സൗന്ദര്യം അത് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവർ അറിയുന്ന രൂപത്തിൽ അവരവരുടെ കാല് പോലും അടിക്കരുത് എന്ന് പറഞ്ഞാൽ, കാലുകളിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെയോ ഉടയാടകളുടെയോ ഓർണമെന്റ്സിന്റെയോ കിലുക്കം, ചിലമ്പൽ അതുപോലും അന്യപുരുഷന്മാർ കേൾക്കാൻ പാടില്ല, അറിയാൻ പാടില്ല എന്നാണ്. പാദസ്വരത്തിന്റെ കിലുക്കം, ചെരുപ്പിന്റെ കാലടി പോലും സ്ത്രീയുടെ അന്യപുരുഷൻ കേൾക്കാനോ അറിയാനോ പാടില്ല എന്ന് പറഞ്ഞാൽ, പിന്നെയാണ് അവളുടെ മുഖം, പിന്നെയാണ് അവളുടെ കൈകൾ, പിന്നെയാണ് അവളുടെ കാലുകൾ. അതിനുമപ്പുറത്ത് മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കളെ, പിതാക്കന്മാരെ, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തൊഴിലിടങ്ങളിലേക്കും പഠിക്കാനെന്നും അതിനപ്പുറത്തെന്നും പറഞ്ഞ് നിങ്ങൾ കെട്ടിക്കുന്ന വേഷത്തിന്റെയും കോലത്തിന്റെയും പാതിവൃത്തത്തിന്റെ രഹസ്യം എന്താണ്? ഇസ്ലാമിന്റെ ഭാഷയിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചരിത്രത്തിൽ ഞാനൊരു കഥ കേൾപ്പിക്കാം നിങ്ങൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനും താബിഈങ്ങളുടെയും കാലത്ത്, അതിനും ശേഷം ഹിജ്റ 286-ലാണെന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്ത് അറേബ്യൻ നാട്ടിലെ ഒരു മഹാനായ ഖാളി ഉണ്ടായിരുന്നു, ഖാളി മൂസ ബിൻ ഇസ്ഹാഖ്. അദ്ദേഹത്തിന്റെ കോടതിയിലേക്ക്, അദ്ദേഹം വിധി തീർപ്പാക്കുന്ന മജ്ലിസിലേക്ക് ഹിജ്റ 286-ൽ ഖാളി മൂസയുടെ സന്നിധിയിലേക്ക് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ പറ്റി പരാതി ഉന്നയിച്ചുകൊണ്ട് വരികയാണ്, വക്കീലിനെ ഏൽപ്പിച്ച്. അവർ നേർക്ക് നേരെയല്ല വന്നത്, ഒരു വക്കീലിനെ ഏൽപ്പിച്ച് പരാതിയുമായി വന്നിരിക്കുകയാണ്. എന്താണ് പരാതി? തനിക്ക് തരാനെന്നേറ്റ 500 ദീനാർ മഹർ ഇതുവരെ ഭർത്താവ് തന്നിട്ടില്ല, വർഷങ്ങളായി. അങ്ങനെ സ്ത്രീക്ക് വേണ്ടി വക്കീൽ ഹാജരായി വാദിച്ചു. ഖാളി ആവശ്യപ്പെട്ടു, ഈ വിഷയത്തിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? സ്ത്രീയുടെ പക്ഷത്തു നിന്നുള്ള വക്കീൽ പറഞ്ഞു, അതേ, സാക്ഷികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ സാക്ഷി വിസ്താരം ആരംഭിച്ചു. സാക്ഷി വിസ്താരം നടക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു സാക്ഷി പറഞ്ഞു, ഞങ്ങൾ ഏതൊരു സ്ത്രീക്കാണോ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്, ആ സ്ത്രീ തന്നെയാണോ ഇവരെന്ന് അറിയണമെങ്കിൽ അവരുടെ മുഖാവരണം, അന്നത്തെ കാലത്തുണ്ടിരുന്ന് അവരുടെ മുഖാവരണം ഒന്ന് പൊക്കി കാണിച്ചാൽ, ഇസ്ലാമിന് ഇതൊരു പാരമ്പര്യമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന മുറിവല്ലമാരുണ്ട് ഇവിടെ. സഹാബ വനിതകളുടെ കാലം മുതലുള്ള പാരമ്പര്യം ഞാൻ ഇവിടെ അയവിറക്കി. ഇത് ഹിജ്റ 286-ലെ കഥയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരമാണ്. ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷത്തിന്റെ, ഡ്രസ് കോഡിന്റെ പാരമ്പര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവരെ മുഖം കാണണം, എന്നാലേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് പലരും പറയുന്ന പോലെ സാക്ഷികൾ ഒരാൾ പറഞ്ഞു. ഇത് കേട്ടപ്പോ അപ്പുറത്ത് പിരിയാൻ നിൽക്കുന്ന ഭർത്താവ്, മഹർ കൊടുക്കാൻ വാശി പിടിച്ച ഭർത്താവ് ചോദിക്കാൻ, എന്താണ് അവർ പറയുന്നത്? അതെ, തന്റെ ഭാര്യയുടെ മുഖം കണ്ടാലേ അവർക്ക് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ ആ ഭർത്താവിന് ഇന്നത്തെ മുസ്ലിം പുരുഷന്മാർക്കും ഭർത്താക്കന്മാർക്കും പിതാക്കന്മാർക്കും ഇല്ലാതെ പോയ ഇസ്ലാമിക മൂല്യം, ആത്മരോഷം എന്ന് പറയുന്ന ഗൈറത്ത്, അത് തളച്ചു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി അഷ്ഹദു അൽ ഖാളി, ഞാനിതാ ഖാളിക്ക് മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നു, അവൾക്ക് കൊടുക്കാനുള്ള മഹർ ഞാൻ തികച്ചും കൊടുക്കാം. അവൾ എത്ര പറയുന്നത് അത് ഞാൻ തികച്ചും കൊടുക്കാം. അവളുടെ മുഖം വെളിവാക്കരുത്, അവളുടെ മുഖം ഈ അന്യ ആണുങ്ങളുടെ മുമ്പിൽ വെളിവാക്കരുത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് കേട്ടപ്പോൾ തന്റെ സൗന്ദര്യത്തിന്റെ പ്രകടഭാവമായ മുഖം പോലും അന്യ പുരുഷരുടെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ എന്റെ ഭർത്താവിന്റെ ആത്മരോഷം ഇപ്പോഴും നിലച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആ മഹിളാരത്നം പറഞ്ഞു, അല്ലാഹു സത്യം, ഇതാ ഖാളിക്ക് മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നു, എന്റെ മഹർ എനിക്ക് തരാനുള്ളത് ഞാൻ അദ്ദേഹത്തിന് ദുനിയാവിലും ആഖിറത്തിലും വിട്ടുകൊടുത്തിരിക്കുന്നു. അവരൊരുമിച്ചു എന്നാണ് വിധി പറയുമ്പോ ഖാളി പറഞ്ഞ മഹത്തായ ഒരു വാക്കുണ്ട്, ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട, ഇന്നും സ്വർണം കൊണ്ട് ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടുന്ന മഹത്തായ വാക്യം, യുക്തബു ഹാദാ ഫീ മകാരിമിൽ അഖ്ലാഖ്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ മഹിതമായ സ്വഭാവ ഗുണങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് പറയപ്പെടുകയുണ്ടായി. ഇന്നില്ലാതെ പോകുന്നതും ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.